നമസ്കാരം. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് താനൂരിലെ ജനങ്ങൾക്ക് പറയാൻ എന്തുണ്ട്? നമ്മൾ ഒരു സംവാദം നടത്തിക്കഴിഞ്ഞു. സംവാദം രണ്ടാം ദിവസത്തിലാണ്. താനൂർ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മളുള്ളത്. കൂടുതൽ ആളുകൾ പ്രതികരണവുമായുണ്ട്. കൂടുതൽ പുതിയ അതിഥികളുമുണ്ട്. നമ്മോടൊപ്പം ചർച്ചയിൽ KP നൌഷാദ് അലി, കോൺഗ്രസ് പ്രതിനിധി, ഹാരിസ് ജിഫ്രി, താമിർ ജിഫ്രിയുടെ സഹോദരൻ, ജയൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഇന്നലെയും നമ്മോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം പങ്കെടുക്കുന്നു. ഇതുകൂടാതെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിനിധികൾ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി മറ്റു തരത്തിൽ പോലീസിൽ നിന്നും മോശം അനുഭവമുണ്ടായ ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ഇന്ന് ET മുഹമ്മദ് ബഷീർ MP ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ഈ കേസിൽ നടക്കുന്നു, ഈ കേസ് തേച്ചുമാച്ചു കളയാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ലീഗ് ഈ വിഷയത്തിൽ കാണുന്നത്. തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ ലീഗ് പ്രതികരിക്കുകയും ഇടപെടുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ഈ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ കാണുന്നത്? കേസ് CBIക്ക് വിട്ടിരിക്കുന്നു. അതേസമയം കേസിൽ പ്രതികളാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുകയാണ്. സ്മൃതി, ഞാൻ ഈ വിഷയത്തിൽ ഈ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ചില ജനകീയ വികാരങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 പ്രകാരം ഒരു വ്യക്തിയുടെ ജീവൻ, അദ്ദേഹത്തിൻ്റെ സ്വത്ത്, ശരീരമൊക്കെ നിയമവിധേയമായിട്ട് അഭിമാനകരമായ സംരക്ഷണം നൽകാൻ ആർട്ടിക്കിൾ 20 നമ്മോട് ഉറപ്പ് നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 20 മൂന്നാം ക്ലോസ് പ്രകാരം നമ്മളെ സംബന്ധിച്ച് ഇൻക്രിമിനേഷൻ, ഒരാളെ കുറ്റവാളിയായി മുദ്ര കുത്തുന്നതിൽ നിന്ന് ഭരണഘടന നമുക്ക് സംരക്ഷണം നൽകുന്നു. സമാനമായിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 24ഉം 25ഉം പ്രകാരം ഒരു വ്യക്തിയെ മർദ്ദനത്തിനോ ബലപ്രയോഗത്തിനോ വിധേയനാക്കി അദ്ദേഹത്തിൽ നിന്നൊരു കൺഫസ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കുറ്റസമ്മതം മൊഴി എഴുതി വാങ്ങാൻ പാടില്ല എന്നും അത്തരത്തിലൊന്നിനും നിയമസാധുത ഇല്ല എന്ന് പറയുന്നു. സമാനമായിട്ട് CRPC 46, 49 ഒക്കെ പറയുന്നത് അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ബലപ്രയോഗം ഉണ്ടാകാൻ പാടില്ല, അറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ജീവഹാനി ഒട്ടും സംഭവിക്കാൻ പാടില്ല. സമാനമായിട്ട് CRPC തന്നെ 174, 176 ഉണ്ട്, 54 ഉണ്ട്. ഇതൊക്കെ വിവിധ ഘട്ടങ്ങളിൽ ഒരു ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് നൽകേണ്ട നിയമപരമായ അനുഭാവത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതാണ്. ഇത് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ നികുതിപ്പണം ശമ്പളമായി മേടിക്കുന്ന കാക്കിയിട്ട പോലീസുകാർ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ നിയമലംഘകരാണ്. ഒരുപക്ഷെ MDMA വിൽക്കുന്നവരെ പോലെ സമാനമായിട്ട് തന്നെ നിയമം ലംഘിച്ചിരിക്കുകയാണ്. അത് പോലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ആ പോലീസുകാർ നിയമത്തിൻ്റെ മുമ്പിൽ വരണം. IPC സെക്ഷൻ 330A യും B യും പ്രകാരം ഇത്തരത്തിൽ നിയമലംഘനം ഏതെങ്കിലും ഒന്ന് നടത്തുന്ന പോലീസുകാരൻ തന്നെ 7 വർഷത്തെ ഇംപ്രിസൺമെൻറ്റിന് അർഹനാണ്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. അത്തരത്തിലുള്ളൊരു ചാർജ് ചെയ്യലും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നു മാത്രമല്ല, ഇവിടെ നമ്മുടെ ഫോറൻസിക് സർജൻ, അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിനിലെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ് ഹിതേഷ് ശങ്കർ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ കൃഷ്ണലാൽ എന്ന SIയുടെ വെളിപ്പെടുത്തലിൽ വന്നു കഴിഞ്ഞു. എത്രമാത്രം ഗൗരവതരമാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു മഹാപാതകം ചെയ്തിട്ട് ആ പാതകം തേച്ചുമാച്ച് കളയാൻ വേണ്ടി SP-യുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഫോറൻസിക് സർജനെ SP നേരിട്ട് പോയി കണ്ട് എന്തോ പറഞ്ഞു എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഫോറൻസിക് സർജൻ പറഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഈ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കുന്നതിന് മുമ്പ് മഞ്ചേരിയിലുള്ള ഒരു വക്കീലിനെ കണ്ട് വേണ്ട ക്രമീകരണങ്ങളും മൊഴി പഠിത്തമൊക്കെ വേണമെന്ന് പോലീസുകാരെ നിർദ്ദേശിക്കുന്നതിൻ്റെ ശബ്ദരേഖകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ ഒരു കൂട്ടുപ്രതിയുടെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹത്തെ ജയിലിനകത്തിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്, മൊഴി മാറ്റി പറയാൻ വേണ്ടി. അത്തരത്തിൽ ഇതൊരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ കാലത്ത് കേരളത്തെപ്പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയും ജനാധിപത്യ ഉത്ബുദ്ധതയുമുള്ളൊരു സംസ്ഥാനത്ത് നമുക്കൊട്ടും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നടക്കുകയാണ്. ഇതിന് കേരളത്തിലെ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്കിവിടുത്തെ CPM-കാരോടും മുസ്ലിം ലീഗുകാരോടും കോൺഗ്രസ്സുകാരോടൊക്കെ പറയേണ്ടത്, നമ്മുടെ ഒരു നാട്ടുകാരൻ ഇത്തരത്തിൽ ക്രൂരമായി മരണപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കേസ് കളയാൻ ഇവിടെ
ശ്രമിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ഇ ജയൻ, ഞാൻ അതിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്. നമ്മൾ ഇന്നലെയും ചർച്ചയിൽ പങ്കെടുത്താണല്ലോ, അതിന്റെ തുടർച്ചയായിട്ട് തന്നെ സംസാരിക്കാമെന്ന് തോന്നുന്നു. ഈ എസ് പിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അതിശക്തമായ ആരോപണങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് പുറത്തു വന്ന വാർത്തകളാണ്. പക്ഷേ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഈ SP വെല്ലുവിളി നടത്തിയത്രേ, എന്നെ മലപ്പുറത്തുനിന്ന് മാറ്റാൻ കഴിയില്ല. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം ഇവിടെ തുടരുന്നു. ആ ചോദ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അപ്പോൾ എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല, അങ്ങനെ മാറ്റാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. ആ വെല്ലുവിളിക്ക് പിന്നിൽ എന്തായിരിക്കും? നിങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ? അല്ല, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധി പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇത് കാണണം. ഇത് കോൺഗ്രസിൻ്റെയോ CPIMൻ്റെയോ ലീഗിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു പ്രശ്നമല്ല. ഇത് പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാൻ ഞങ്ങളോട്ട് മെനക്കെട്ടിട്ടില്ല. പക്ഷേ ചില പ്രത്യേക അജണ്ടകൾ വെച്ച് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് മാത്രമേ ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ SP മാറ്റാൻ SP മാറണോ മാറ്റണ്ടേ എന്നൊക്കെ തീരുമാനിക്കുക ഗവൺമെൻറ്റാണ്. അയാൾ വെല്ലുവിളിച്ചില്ലെന്ന് എനിക്ക് വസ്തുതാപരമായി എൻ്റെ അടുത്തൊരു വിവരവും ലഭ്യമല്ല. അതുകൊണ്ട് എനിക്കത് പറയാനും കഴിയില്ല. അങ്ങനെയൊന്നും പങ്ക് CPM പരിശോധിച്ചോ? എസ്പിയുടെ പങ്ക് CPM എന്ന അന്വേഷണ ഏജൻസിയാണോ സ്മൃതി? ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ആദ്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടെ, എന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം നൽകാം. പ്രശ്നം എന്താ, ഇവിടെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി. ഞങ്ങൾ CPM ഇത് അന്വേഷിക്കേണ്ട ഞങ്ങൾ പറഞ്ഞല്ലോ, CPMൻ്റെ നിലപാടെന്താ, ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഒരു സംശയക്കാര്യത്തിൽ SP പ്രതിയാണോ, DYSP പ്രതിയാണോ, CI പ്രതിയാണോ, SI പ്രതിയാണോ, ആരൊക്കെ പ്രതിയാണോ അവരുടെ പേരിലൊക്കെ കർശനമായ നടപടി സ്വീകരിക്കണം. അതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇനി ആന്തരിക അവയവ പരിശോധന നടക്കണം, അതിൻ്റെ റിപ്പോർട്ട് വരണം. ഈ പരിശോധനകൾ കഴിഞ്ഞാണ് അതിനകത്ത് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. മർദ്ദനം ഏറ്റിട്ടുണ്ട്, അതേപോലെ തന്നെ MDMAയുടെ 10 ഗ്രാമിൻ്റെ പാക്കറ്റ് വയറ്റിനുള്ളിലുണ്ട്, ഒരു പാക്കറ്റ് പൊട്ടിയ സ്ഥിതിയിലുണ്ട്, പല്ലുകൾ ദ്രവിച്ചതാണ്, അതേപോലെ തന്നെ ശ്വാസകോശത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ആന്തരിക അവയവ പരിശോധനയ്ക്ക് പുറത്തു വന്ന കാര്യമാണ് SP ഫോറൻസിക് സർജനെ പോയി കണ്ട കാര്യം. അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ സ്മൃതി. നിങ്ങൾക്ക് എന്താ ഈ അസഹിഷ്ണുത? ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഞാനിപ്പോൾ സ്മൃതിയെ ഫോണിൽ വിളിച്ചു ഒരു അന്വേഷണത്തെ സ്വാധീനിക്കാൻ. അത് അന്വേഷണത്തിന്റെ ഭാഗമായി വരൂലേ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അത് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമില്ല. നിങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾക്കെതിരെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നവരല്ലേ നിങ്ങൾ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഭരിക്കുന്നു, നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധന നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? പൂർത്തീകരിക്കാനുള്ള സമയം തരും നിങ്ങൾ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കരുത്. ഇവിടെ പറഞ്ഞത് ഞങ്ങളിത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കാൻ കേരള ഗവൺമെൻറ് സുതാര്യമായി. നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാകാത്തത്? ഇതിലപ്പുറം എന്താ ഗവൺമെൻറ് ചെയ്യും? ഇപ്പോൾ പോലീസിലെ തന്നെ ഒരു അന്വേഷണ ഏജൻസി ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ വിഭാഗമല്ലല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. 3 നോട്ട് ഇട്ടു. ഇന്നലെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞു 3 നോട്ട് ഇട്ടിട്ടില്ല, അതിനെ ചാർജ് ചെയ്തിട്ടില്ല. അതിന് തെളിവുണ്ടോ? മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് 302 ചാർജ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഇന്നലെ മലപ്പുറം ജില്ലയിൽ എന്തോ കേസുകൾ SP കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ അതും പരിശോധിച്ചു. 35,000 കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടത് UDF 2015 ഭരിക്കുമ്പോഴാണ് ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടത്. അന്ന് BJP-കാരനായ SP. അപ്പം ഇതൊക്കെ പരിശോധിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ നിരീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ നിരീക്ഷണങ്ങളല്ല ശരി. ഇതിൽ ഗവൺമെൻറ് എടുക്കേണ്ട കാര്യത്തിൽ എന്താണ് തെറ്റുണ്ടായത്? പ്രാഥമികമായിട്ടാണ് ആ 7 ഉദ്യോഗസ്ഥന്മാരെ 8 ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി അന്വേഷണത്തിന്റെ ഭാഗമാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളോട് നിങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഓരോ ഇതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ കേരളത്തിൽ പുറത്തു വരുന്ന നിങ്ങളൊക്കെ പുറത്തു വിടുന്ന ഓരോ കാര്യങ്ങളും വെച്ചിട്ട് കേരളത്തിൽ വിസ്താരം നടത്താൻ പോയാൽ എവിടെയാ കേരളം? നടന്നിട്ടുണ്ട്, പല കാര്യം തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കുന്നു എന്നല്ല അർത്ഥം. പുറത്തുകൊണ്ടുവരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്ക് ഇഷ്ടാനിഷ്ടമല്ല. ഇഷ്ടാനിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ട ഒരു സഹോദരൻ നടുക്ക് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്നുണ്ട്. സഹോദരനെ നഷ്ടപ്പെട്ട മനുഷ്യനോടാണ് താങ്കൾ പറയുന്നത്.
പ്രതിഫലിച്ചത് ശരി. എന്ന് പറയാനുള്ളത്. ശരി, മാധ്യമങ്ങളുടെ ജോലിയാണത്. ശ്രീ ഹാരിസ് ജിഫ്രി, മാധ്യമങ്ങളുടെ ജോലി അല്ല, നിങ്ങൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ CPM പ്രതികളെ നിശ്ചയിക്കേണ്ടത് ഞാൻ പറഞ്ഞു. പ്രതികളെ നിശ്ചയിക്കുകയൊന്നല്ല. CPM പ്രതിനിധി പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, എത്രത്തോളം വിശ്വാസം എടുക്കുന്നുണ്ട്. ഇന്ന് ഈട്ടി പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു, കേസ് തേച്ചു മാച്ചു കളയാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ ശ്രീ ജയൻ പറഞ്ഞതിനെ എത്രത്തോളം നിങ്ങൾ വിശ്വാസം എടുക്കുന്നു? കാരണം നിയമത്തിന്റെ വഴിക്ക് പോകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. അന്വേഷണം നടക്കുകയല്ലേ, ഇപ്പോഴേ അത് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് ശ്രീ ജയൻ ചോദിക്കുന്നത്. എന്ത് പറയുന്നു ഹാരിസ്? ഇതുവരെ നടന്ന കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷണം നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും തെളിവുകളോ അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാവിധ റിസൾട്ടും ഈ കേസിൻ്റെ ഇടപെടലുകളൊക്കെ വ്യക്തമായിട്ട് വന്നിട്ടും ഈ എസ് പിനോ അല്ലെങ്കിൽ DYSP ആരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതുപോലെ ഒരു ക്രൈം ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നാൽ ആ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും മാറ്റി നിർത്തിയിട്ടാണ് ഒരു സാധാരണ ഇതുപോലെ അന്വേഷണം ഉണ്ടാവാറ്. അതുപോലെ ഉണ്ടാവുന്ന ഒരു അന്വേഷണം ഇവിടെ കണ്ടില്ല. അതാണ് ഉണ്ടായിരുന്ന മറ്റു 2 പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കൃത്യമായി ഇടപെടുന്ന ആൾക്കാരും ഇതിൽ തുടരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൽ എങ്ങനെ അന്വേഷിച്ചാലും ഇനി CBI വന്നേരം അന്വേഷിച്ചാലും ഇവരെ നിർത്തിയിട്ട് ഒരിക്കലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു കുറ്റകൃത്യത്തിന് വെളിച്ചം കാണില്ല എന്നാണ് വ്യക്തമായി പറയാനുള്ളത്. അത് മുഖ്യമന്ത്രി CBI അന്വേഷണത്തോട് പറഞ്ഞിട്ടുണ്ട്, അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇവിടെ അതിന് ശേഷം ഉണ്ടായിരുന്ന കുറേ ഈ എന്താ പറയുക DYSPയുടെ ഫോൺ സംഭാഷണങ്ങളും മറ്റും എല്ലാം കേൾക്കുന്ന ശേഷം മനസ്സിലാക്കാം, എന്താ മൊഴി ഷേപ്പ് ചെയ്തിട്ട് മതി ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കൽ, പിന്നെ ശ്രീധരൻ വക്കീലിനെ പോയി കാണാം, ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. എന്നിട്ട് പോലും ഒരു വിരൽത്തുമ്പ് പോലും ഇവർക്ക് വരെ ഇളക്കാൻ ഒരു നേതാക്കന്മാരും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിന് തയ്യാറായില്ല എന്ന് വളരെ വിഷമമുള്ള കാര്യമാണ്. പിന്നെ ഈ പോലീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ SP മേലെ ഒരു അധികാരി ഉണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ് ഇപ്പോൾ. കാരണം SP ആണോ ഈ മലപ്പുറം ജില്ല ഭരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ഒരു നേതാക്കന്മാരും ഇപ്പോഴും വന്നിട്ടില്ല. സമാധാനിപ്പിക്കാൻ പോലും ആരും വന്നിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഈ കേസിൻ്റെ കുറേ ദുരൂഹതകൾ പുറത്തു വരുന്നു. ദിവസം അങ്ങോട്ട് ഒരു കഥ വരും, പിറ്റേ ദിവസം വേറെ കഥയാവും. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ അനിയൻ എങ്ങനെ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു? ചേളാരി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പിടിച്ചു കൊണ്ടുപോയിട്ട് രാവിലെ 4:30 മണിയോടെ മരിച്ചതാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് 4 ഗ്രാമിൻ്റെ മേലോളം പിടിച്ചെന്ന് കേട്ടു. അതേപോലെ അവന് നല്ലോണം ഉപയോഗിച്ചെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവന് വയറ്റിലുണ്ടാവുന്ന സാധനം എവിടുന്ന് കിട്ടി? ഈ വയറ്റിലിടാനുള്ള ഇവർ 12 മണിക്ക് പിടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 12 മണിക്ക് പിടിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ഗ്രാം കിട്ടി. പക്ഷേ അതിന് മുന്നേ ഇവൻ്റെ വയറ്റിൽ എങ്ങനെ ഈ സാധനം വന്നു? ഇതെല്ലാം തെളിയിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നിർബന്ധമായിട്ടും വേണം. കാരണം ഇപ്പോൾ ഇതിന്ന് മനസ്സിലാവുന്നത് 4 മണിക്ക് 4:30 പിടിച്ച് കൊണ്ടുപോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ളതാണ്. CCTV ദൃശ്യം വരെ വന്ന. എന്നിട്ട് പോലും എന്താ പറയുക, ഒരാൾ പോലും ഇതിനെ പ്രതികരിക്കാത്തത് തീർച്ചയായും ഇതിന് മേലെ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ശബ്ദരേഖയാണല്ലോ പുറത്തു വന്നത്. അതിന്മേൽ എന്ത് അന്വേഷണം ഉണ്ടായിരിക്കുന്നു? ഇനി ഇവിടെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട. മൈക്ക് ഇങ്ങോട്ട് പറഞ്ഞോളൂ. പേര്? എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് തന്നെ SPയുടെ സ്പെഷ്യൽ സ്ക്വാഡ്, ഞാൻ എന്താ വെച്ചാൽ എൻ്റെതായ ആവശ്യത്തിന് ഒരു അങ്ങാടിയിൽ പോയതാണ്. സംഭവം അത് 10/3/2023 10 മണിക്ക്. അങ്ങനെ കേസിൽ എന്നെ കൊടുക്കാൻ വേണ്ടി അവർ എന്നെ നിർബന്ധിച്ച് ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ മാർച്ച് മാസം കഴിഞ്ഞ അതിൽ ഞാൻ കയറാൻ ഇതായില്ല, ഞാൻ ചെയ്യാത്ത കാര്യമല്ലേ. അതിലവരെ എന്നെ അടിച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തള്ളൊക്കെ അതിൽ രതീഷ് പറഞ്ഞ പോലീസുകാരൻ കല്ലെടുത്ത് തലക്കടിച്ച് പോലീസുകാരൻ അതിൽ തലക്കടിച്ച് ശ്രീജയൻ പോലീസ് മുറിയാണ്.
കല്ലെടുത്ത് തലക്കടിച്ച്. പോലീസിനെതിരായിട്ട് അവർ പറയണ്ട, ഇപ്പോഴാ പറയണ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഭവം എനിക്ക് താനൂരത്തെ സംഭവം എന്റെ സംഭവം പോലെ ആക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. എനിക്കുണ്ടായ അനുഭവം അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ഇതുപോലെ എൻ്റെ കേസ് കണ്ട് സി ബ്രാഞ്ചിന് SP കൈമാറി. സി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കേസ് കളവായ കേസാണെന്ന് പറഞ്ഞിട്ട് തള്ളിപ്പോയി. ഞാനിനി എവിടെ പോയാലാണ് എനിക്ക് നീതി കിട്ടുകയെന്ന് എനിക്കറിയില്ല. അതുപോലെ നടന്നതാണ് ഈ സംഭവം. ഞാനും മർദ്ദനത്തിന് ഇതായതാണ്. ശശില എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്താണ് ഇവർ എന്നെ അറസ്റ്റ് ചെയ്യണത്. 2 ദിവസം സെല്ലിലിട്ടിട്ടുണ്ട്, ഒരു മെഡിസിൻ പോലും തരാതെ. നേരിട്ട് മജിസ്ട്രേറ്റിക്ക് മൊഴി കൊടുത്ത കേസാണിത്. മജിസ്ട്രേറ്റ് രണ്ട് മജിസ്ട്രേറ്റിനും കൊടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റിനും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മളെ മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ഒന്നും ആയിട്ടില്ല, കേസ് തള്ളിപ്പോയിക്കാണ്. ഇതൊരു കാര്യം പറയാമോ? ഇവിടെ ഈ മലപ്പുറം SP സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസാഫും ഉണ്ട്, ജില്ലയിലെ ഡാൻസ് ഓഫും ഉണ്ട്. അതല്ലാതെ ഒരുപാട് അപ്രഖ്യാപിത സ്ക്വാഡുകൾ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കോഴിക്കോട് വിമാനത്താവള പരിസരത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ക്രൗര്യത മുറ്റി നിൽക്കുന്നൊരു സ്ക്വാഡുണ്ട്. അവിടെ നിന്ന് വിദേശയാത്ര കഴിഞ്ഞു വരുന്ന മുഴുവൻ യാത്രക്കാരെയും സംശയത്തോടുകൂടി കാണുകയും അവരെ പിടിച്ച് ഭേദ്യം ചെയ്യുക, അവരോട് അശ്ലീലം പറയുക, കുടുംബമായി വരുന്ന സ്ത്രീകളെപ്പോലും വെറുതെ വിടാതിരിക്കുക, എവിടെ സ്വർണ്ണമെന്ന് അന്വേഷിക്കുക, ഇങ്ങനെ ഒരു കലാപരിപാടി വലിയ തോതിൽ കോഴിക്കോട് എയർപോർട്ട് പരിസരത്ത് നടക്കുന്നുണ്ട്. അവിടെ കസ്റ്റംസ് ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഉണ്ട്, CISF ഉണ്ട്, എല്ലാ ഏജൻസികളുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് എയർപോർട്ട്. അവരൊക്കെ ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടും ഈ SP നേതൃത്വത്തിൽ ഇത് നിർബാധം തുടരുകയാണ്. അവരുടെ ഭേദ്യത്തിന് വേഷം മാറിപ്പോയിട്ട് ഒരുപാട് പേരെ അവർ പ്രച്ഛന്നമായിട്ട് ഒരുപാട് പേരെ പിടിച്ചതിൽ ചില സെൻട്രൽ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുണ്ട്, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളുണ്ട്. ഇത്തരത്തിൽ വലിയ വിവാദമാണ് ആ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ ഒരു SPക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഞാൻ ഈ CPMൻ്റെ പ്രതിനിധികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വാക്കുകൾ ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്തുണ ഇദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് അവരുടെ പിന്തുണ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ ഒരു SP ഇത്തരത്തിൽ നിയമം കയ്യിലെടുത്ത് IPCയും CRPCയും എവിഡൻസ് ആക്റ്റും ഭരണഘടനാ നിഷ്കർഷകളും സുപ്രീം കോടതി വെർഡിക്റ്റുകളൊക്കെ മറികടന്ന് നിയമത്തിന് അതീതമായിട്ട് ഇവിടെ ഒരു മുടിചൂടാ മന്നനായിട്ട് ഇങ്ങനെ വലസും ഒരു ഡോണിനെ പോലെ അദ്ദേഹം പെരുമാറുമ്പോൾ അതിനെ വകവെച്ചു കൊടുക്കുമ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകേടാണ്. ഞാൻ അവരുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറയുന്നു, CPM കഴിവുകെട്ട പാർട്ടിയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നിർബാധം ഇവിടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുമ്പോൾ അവർ പിന്തുണക്കുന്നില്ല എന്ന വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മൂക്ക് കയറിടാൻ പറ്റിയില്ലെങ്കിൽ ഇരട്ടച്ചങ്കം വേണ്ട, ഒരു കാൽച്ചങ്കെങ്കിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സ്മൃതി, ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ജനാധിപത്യ ബോധത്തെ ഞാൻ നല്ലപോലെ അംഗീകരിക്കുന്നുണ്ട്. കാരണം നല്ല ജനാധിപത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈച്ചര വാര്യം എന്ന് പറഞ്ഞൊരു അച്ഛൻ കേരളത്തിലിട്ടായിരുന്നു. അത് സ്മൃതിക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പാരമ്പര്യം പഠിച്ച ആളുകളാണല്ലോ നിങ്ങളൊക്കെ. ആ ഈച്ചര വാര്യർ സ്വന്തം മകനെ അന്വേഷിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. ആ മകനെ കൊടുക്കാൻ, ആ മകൻ്റെ ഒരു അസ്ഥി കഷ്ണം കൊടുക്കാൻ, അദ്ദേഹത്തിൻ്റെ എവിടെയാണ് അദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മൂടിയത്, എനിക്കെൻ്റെ ഒരു പിതാവ് എന്ന ഇതിൽ എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അവശിഷ്ടം എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചു എന്ന് കേണ് നടന്നൊരു കാലമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് ആ ജനാധിപത്യ ബോധം എവിടെയായിരുന്നു വരുന്നത്? അന്ന് അത് തുടരാൻ പാടില്ലല്ലോ. അതിനല്ലേ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞങ്ങൾ ആവർത്തിച്ച്, നിങ്ങൾക്ക് എന്താ ചെവിടില്ലേ? ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ എന്താ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ സംരക്ഷിക്കണില്ല. SP ആണോ, DYSP ആണോ, CI ആണോ? ഒരു നിമിഷം. പോലീസിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകലല്ല എന്റെ ജോലി. ഞാനത് ചെയ്യൂല. പോലീസിനെ ന്യായീകരിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ സ്മൃതിയോട് ചോദിക്കാം, വേറെ ആരെങ്കിലും വന്നിട്ട് അവരോട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾ ചോദിച്ചാൽ. ശ്രീജയൻ, ജനങ്ങൾ പറയുന്നത് കേൾക്കുക. മൈക്കിനി ഒന്നും ചെയ്യണം, മൈക്ക് ഓണാണ്, നിങ്ങൾ സംസാരിച്ചാൽ മാത്രം മതി. അല്ലല്ല, ജനങ്ങൾ പറയുന്നത് കേൾക്കുക, ക്ഷമയോടെ കേൾക്കുക. നിങ്ങൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ സർക്കാർ നടപടി സ്വീകരിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. CBI അന്വേഷിക്കുന്നത് കസ്റ്റഡി കൊല അന്വേഷിക്കുന്നു. അതിനിടയ്ക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു ആരോപണവും പരിശോധിച്ചിട്ടില്ല. ഇതില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, താനൂരില് ഒരു പരാതിക്കാരൻ പരാതിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് പരാതിക്കാരനോട് വളരെ മോശമായിട്ട്, ഈ വേദിയിൽ പറയാൻ പറ്റാത്ത വാക്കുകളാണ് സർക്കിൾ ഇൻസ്പെക്ടർ, അതായത് ഇവിടുത്തെ ജീവൻ ജോർജ്
അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആട്ടി പുറത്താക്കുക. നിരവധി പ്രാവശ്യം പോയിട്ടും അതിലൊരുണ്ടായിട്ട് ലാസ്റ്റ് ഞാനൊരു പരാതിക്കാരൻ്റെ കൂടെ പോയിട്ട് അത് നടക്കാഞ്ഞിട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി അയച്ചിട്ടാണ് ആ കേസ് ഇവിടെ കൃഷ്ണലാൽ ചാർജ് ചെയ്യുന്നത്, FIR ഇടുന്നത്. അപ്പോൾ അത്തരം അനാസ്ഥകളാണ് ഇവിടെ ഈ CI ജീവൻ ജോർജ് ഒക്കെ കാണിക്കുന്നത്. അതായത് ഒരു ഗുണ്ട ലെവലിലാണ് പെരുമാറ്റം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥകളിൽ ഓരോരോ പരാതിക്കാരും നാട്ടുകാരും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതിയിൽ സംരക്ഷണം കിട്ടണമെങ്കിൽ നാട്ടിൽ ഒരു മജിസ്ട്രേറ്റ് കമ്മിറ്റി രൂപീകരിക്കണം. അതായത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് പരാതി സാധാരണക്കാരൻ്റെ ഈ പോലീസിൻ്റെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരെടുത്ത് കൊടുത്തിട്ട് അത് പരിഹരിക്കേണ്ട രീതിയിലേക്ക് എത്തണം. അല്ലാഞ്ഞാൽ ഈ താനൂർ പോലീസ് സ്റ്റേഷൻ ഒരിക്കലും നന്നാവൂല. പോലീസിൽ നിന്ന് സംരക്ഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? പോലീസിൽ നിന്ന് പരാതിക്കാരന് സംരക്ഷണം കിട്ടണം. പരാതിക്കാരന് പ്രതിയാവാണ്. എന്തൊരവസ്ഥയാണ്? അതായത് ഇത് 2016 ശേഷമുള്ള അവസ്ഥയല്ല, അതിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പൊ ഇല്ല, ഞാൻ പറയുന്നത് മാറ്റം വരണം. അതിനുള്ള ആർക്കാ സംശയം? 2022 കേസാ. 2016 മുമ്പ് 2020 മാറ്റങ്ങൾ ഇവിടെ വരണം. 2022 കേസാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ചില മാറ്റം മാറ്റങ്ങൾ വരണം. ഇവിടെ താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു മജിസ്ട്രേറ്റിനെ രൂപീകരിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ പോലീസിന്റെ പരിഹാരങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും നമുക്ക് പൊതുജനങ്ങൾക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അത് കൊണ്ടുവരണം. ശരി, കേസിൽപ്പെടുത്തിയെന്നാണ് യുവാവ് പറഞ്ഞത്. മാർച്ചിൽ നടന്ന സംഭവമാണ് അത്. പിന്നീട് കേസില്ലാന്ന് തെളിയുകയായിരുന്നു. രണ്ടാമത്തത് പരാതിക്കാരനാണ്. പരാതി നൽകാൻ പോലും സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് സർക്കാരിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. ഈ മലപ്പുറം ജില്ല കുറ്റകൃത്യങ്ങളുടെ നാടാണോ? ആ രൂപത്തിൽ വലിയ വർധന ഈ 3 വർഷത്തിൽ ഈ SP ചാർജ് എടുത്തതിന് ശേഷം വലിയ തോതിൽ കേസുകൾ എടുക്കുന്നു എന്നുള്ള പരാതി ഉയർന്നു. ലീഗ് വിഷയം വലിയ ശക്തമായി ഉന്നയിക്കുകയും ലീഗിനകത്ത് ഈ ചർച്ച നടത്തുകയും ഒരു പരാതി ഇക്കാര്യത്തിൽ ഉന്നയിക്കണമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കസ്റ്റഡി കൊലപാതകം ഉണ്ടായത്. നമുക്കൊന്ന് കണക്ക് പരിശോധിക്കാം. 2021 ഈ SP ചാർജ് എടുത്ത ശേഷം വന്ന ടോട്ടൽ കേസുകളുടെ എണ്ണം 12,091. ശ്രീ ജയൻ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി UDF കാലത്തെ കണക്ക് പറയുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് പറയാം, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. 2022 അത് 13,174. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമായിട്ടേ ഉള്ളൂ. 2023 4,460. ഈ SP ചാർജ് എടുത്തതിന് ശേഷമുള്ള 3 വർഷത്തെ കണക്കാണ് പറയുന്നത്. 3 വർഷത്തെ കണക്കാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സ്മൃതി അല്ല, എന്റെ കയ്യിലുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. 150% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള കണക്കേറ്റ് ഇവിടെ വാദത്തിന് വരരുത്. അല്ല, ഈ കണക്ക് താങ്കളുടെ കയ്യിലുണ്ടോ? അല്ലല്ല, താങ്കളുടെ കയ്യിൽ 3 വർഷത്തെ കണക്കുണ്ടോ? 2012 മുതലുള്ള കണക്ക് ഞാൻ തരാം. പറഞ്ഞോളൂ. താങ്കൾ അവിടെ ഇരിക്കും. അല്ല, താങ്കൾ അവിടെ ഇരിക്കും. മൈക്ക് തരാം. അല്ല, നിങ്ങളെ സ്മൃതി ഇങ്ങോട്ട് പറയൂ. നൗഷാദ് അവിടെ ഉണ്ടായിരിക്കും. ഇതില് 2012 മുതലുള്ള ജില്ലയിലെ കണക്ക് ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് വാദപ്രതിവാദം നടത്താം. നിങ്ങൾക്കല്ല അജണ്ടയായിട്ട് നിങ്ങൾ വരേണ്ട ആ കണിയൊന്നും ഇവിടെ നടക്കൂല. അത് റിപ്പോർട്ടർ ചാനലിനകത്ത് നടത്തിയാൽ മതി. ഞാൻ ഇട്ട് നോവുമല്ലോ. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ബഹളം വെച്ച് ആളെ കൂട്ടാനാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ, എനിക്ക് സംസാരിക്കില്ല. ആരും സംസാരിക്കൂല. ബഹളം കൂട്ടന്റെ ബലാണ് നോക്കണമെങ്കിൽ ഒരാളും സംസാരിക്കും. ഞാൻ പറഞ്ഞത് 2012 മുതലുള്ള കണക്ക് 2700 കേസാണ് 2015 UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ ജില്ല കുറ്റവാളികളുടെ കേന്ദ്രമായിരുന്നോ? ഇത് BJPയുടെ വാദമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ജില്ല കുറ്റവാളികളുടെ ജില്ലയാണ് എന്നുള്ള BJP വാദമാണ്. അതാണ് റിപ്പോർട്ടർ ചാനലിന്റെ അഭിപ്രായം. അത് നിങ്ങൾ വ്യക്താക്ക്. നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം എന്താ? ഇത് കുറ്റവാളികളുടെ ജില്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 3 വർഷമായിട്ട് ഈ SP ഒരു മിനിറ്റ് കേൾക്കൂ. 3 വർഷത്തെ കണക്ക്. ഒരു മിനിറ്റ് 3 വർഷത്തെ കണക്കെടുക്കൂ. 3 വർഷത്തെ കണക്കെടുക്കൂ. ഒരു മിനിറ്റ്. നമ്മൾ ഈ വിഷയം എടുക്കുന്നത് ഈ കസ്റ്റഡി കൊലയുടെ പശ്ചാത്തലത്തിലാണ്. ഒരു മിനിറ്റ്. ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന ശേഷം എടുക്കുന്ന കേസുകളുടെ കണക്ക്, കേസുകളുടെ സ്വഭാവം അത് പരിശോധിക്കണ്ടേ? ഒന്ന് ഒറ്റ മിനിറ്റ്. ഒരു കേസിൽ 5ഉം 6ഉം FIR ഇടുന്ന രീതി ഇത് കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. അത് പരിശോധിക്കേണ്ടേ? താങ്കൾ കണക്ക് പറഞ്ഞു. 2012 മുതലുള്ള കണക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ നിങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾക്കുണ്ടായ അനുഭവങ്ങളാണ്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്ത അനുഭവമുണ്ട്. ഭരണപക്ഷത്താവുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ വ്യത്യസ്ത അനുഭവം പോലീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവരുത്. അവർ ജനമൈത്രി പോലീസ് ആവണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ കുറ്റകരമായ അനാസ്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ശിക്ഷിക്കണം. നിങ്ങൾ നോക്ക്, കേരളത്തിൽ എത്ര പ്രമാദമായ കേസുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, എത്ര കേസുകളിൽ കുറ്റവാളികളെ ശിക്ഷിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തെറ്റുണ്ട്, തെറ്റ് കണ്ടുപിടിക്കണം. അതിനാരെ ഇവിടെ കുഴപ്പം പറഞ്ഞു? കുഴപ്പമുള്ളപ്പോ പറയാൻ പാടില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? കുഴപ്പമില്ല. നിങ്ങൾ ഒരു കുഴപ്പമുള്ളപ്പോൾ ചൂണ്ടിക്കാണിക്കണോ വേണ്ടേ? ഇപ്പൊ 2016 ശേഷമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് പറ്റിയ ആളുകളെ നിങ്ങൾക്ക് നിങ്ങളൊരു അജണ്ട വെച്ച് വരുന്നോണ്ട് നിങ്ങൾക്ക് പോകുന്നുണ്ട്. കണക്ക് നിർത്തിയോ? അല്ല, എനിക്ക് വേണ്ട, താങ്കൾ പറഞ്ഞോളൂ. താങ്കൾക്ക് എന്താണ് തെളിയിക്കാനുള്ള പറഞ്ഞോളൂ. എനിക്കൊന്നും തെളിയിക്കാനില്ല. നിങ്ങൾക്കാണ് ഞാനൊരു കാര്യം, നിങ്ങൾക്കല്ലേ തെളിയിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരാളെ പ്രതിയാക്കണം. കോൺഗ്രസ് ഓഫീസിന് ഒരു കോൺഗ്രസുകാരന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരാളെ കെട്ടിത്തൂക്കി എന്ന് കുഴിച്ചിട്ടത്, അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യണം. നിങ്ങൾ അങ്ങോട്ട് പോ, അവിടെ ലൈവ് നടത്ത്. നിങ്ങളൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റിയല്ല നിങ്ങൾക്ക് പറയാനുള്ളത്. ഏത് ജനാധിപത്യ അടിസ്ഥാനത്തിൽ മണിക്കൂർ കണക്കിന് നിങ്ങൾ ചർച്ച ഇവിടെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. കാരണം ആദ്യം പ്രേക്ഷകനല്ല, കോൺഗ്രസ് പ്രേക്ഷകനല്ല. എന്നോട് നേരിട്ട് നേരിട്ട് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരോടും പറയും. നിഷ്പക്ഷരല്ല. ഞാനൊരു കോൺഗ്രസ് പ്രതിനിധിയാണ്. ഈ വലിയ ചർച്ചയിൽ പങ്കാളിയായിരിക്കുന്ന ഒരാളുമാണ്. എനിക്കിതിനകത്ത് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഈ താമിർ ജിഫ്രി കൊലക്കേസിൽ എസ്.പിക്ക് വല്ല പ്രതിലോമകരമായ പങ്കുമുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് ആദ്യം CPM-ന്റെ ബഹുമാന്യനായ കോമ്രേഡ് ഇവിടെ പറഞ്ഞു. രണ്ടാമതായിട്ട് എസ്.പിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ അദ്ദേഹം പ്രതിരോധിക്കുകയുമാണ്. ഇത് രണ്ടും കേൾക്കുന്ന ആളുകൾക്ക് അജണ്ട വളരെ കൃത്യമാണ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു. നിങ്ങൾ അത് കഴിഞ്ഞ് ചോദിച്ചോളൂ. ഞാൻ സ്മൃതി ഒറ്റ കാര്യം. ഇവിടെ ശ്രീ ജയൻ ഇവിടെ 1047 കൊല്ലം മുമ്പത്തെ രാജൻ കേസിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ ഇപ്പോഴും അത് വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് എന്ന് കേരളമാവട്ടെ വലിയ രാഷ്ട്രീയ വിഷയമാണ് എന്ന് എനിക്കതിൽ കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ അവരോടൊരു കാര്യം ചോദിക്കുന്നത്, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016 തൊട്ട് 21 വരെയുള്ള കാലത്ത് നക്സലുകളെന്ന് ആരോപിച്ച് 8 രാജന്മാരെയാണ് ഇവർ പോയിന്റ് ബ്ലാങ്കിൽ ചുട്ടുകൊന്നത്. ആ പ്രാണന അന്തരീക്ഷത്തിൽ ഇപ്പോഴും വിഹുലതകൾ മുഴക്കുന്നുണ്ട്. കരിഞ്ഞ മനുഷ്യ മാംസഗന്ധം. കുപ്പു ദേവരാജൻ, മണിവാസവൻ, മണിവാസവൻ, വേൽമുരുകൻ, CP ജലീല്, ശ്രീമതി, കാർത്തി, സന്തോഷ്, അജിത്ത്, ഈ 8 പേരെയാണ് ഇവർ ചുട്ടുകൊന്നത്. ഈ രാജന്റെ പേരിൽ വിലാപകാവ്യങ്ങൾ ഉണ്ടാക്കി, ഗണ്ഡകാവ്യങ്ങൾ ഉണ്ടാക്കി. കണ്ടൂരി അടുപ്പിലിട്ട് മലപ്പുറം ജില്ലയില് 2 സ്ത്രീകളെ മുഴുവൻ ചുട്ടുകരിക്കാൻ. ഒന്ന് നിലമ്പൂരിലെ രാധ, ആരാ കൊന്നത് രാധനെ? ഇപ്പൊ തുവൂരില് ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചുമൂടിയിരിക്കുകയാണ്. ആദ്യം കേരള പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. 2 സ്ത്രീകളാണ്. സ്ത്രീകളോട് മാന്യത കാണിക്കാത്തവരാണ്. സ്ത്രീകളോട് മാന്യത കാണിക്കാത്തവര്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ 2 സ്ത്രീകളെയും കൊന്ന ആളുകൾ ഇന്ന് നിയമത്തിന്റെ പിടിയിലുണ്ട്. CPM-ന്റെ പുരുഷ നേതാക്കളെ പീഡിപ്പിച്ച CPM-ന്റെ പുരുഷ നേതാക്കളെ പീഡിപ്പിച്ച
പറഞ്ഞു ഡസൻ കണക്കിന് വനിതകൾ നൽകിയ പറഞ്ഞു പരാതിയിൽ കഴിഞ്ഞില്ലേ? കേസില്ല. മറുപടി നിങ്ങൾ പറയില്ലേ? പാർട്ടിയിൽ നിന്ന് നിങ്ങൾ തരം അവിടെ ഇരിക്കും. താഴ്ത്തുകയാണ്. നിങ്ങൾക്ക് പോലീസും ഇല്ല, കേസും ഇല്ല, കോടതിയും ഇല്ല. പറയല്ലേ നിങ്ങൾക്ക് ഇത് പോകാനുള്ള ചർച്ചയല്ല. അവസരം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം കൊടുക്കട്ടെ, അടുത്ത ആൾ കൊടുക്കട്ടെ. അതൊന്നും ചെയ്യണ്ട. സംസാരിച്ചു കഴിഞ്ഞു. പറയട്ടെ അര ഡസൻ പുരുഷ നേതാക്കളെ നിങ്ങൾ തരം താഴ്ത്തിയിട്ടുണ്ട്. CPM-ലെ വനിതാ പോലീസ് ഉണ്ടോ, നിയമമുണ്ടോ? നിങ്ങളുടെ വനിതകളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ അര ഡസൻ നേതാക്കളെ അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ഇല്ലേ, ചോദിക്കൂ. ചോദ്യം പൂർത്തിയാക്കൂ. താങ്കൾ ചോദ്യം പൂർത്തിയാക്കും. താങ്കളുടെ അവസരമാണ്. താങ്കൾ ചോദ്യം പൂർത്തിയാക്കും. താങ്കൾ ചോദ്യം പൂർത്തിയാക്കും. അത് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ജിഫ്രിന്റെ സഹോദരൻ എന്താ പറഞ്ഞ CBI ഏൽപ്പിക്കാൻ? കേസ് CBI ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, പ്രതികളെ കണ്ടെത്തും. അതിനിടയ്ക്ക് പുറത്തു വന്ന കാര്യങ്ങളിൽ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല. നിങ്ങളെ അഭിപ്രായമാണ്. നിങ്ങൾ വിചാരിച്ച പ്രതിനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് പ്രശ്നം. അല്ലാതെ കേസ് അന്വേഷണത്തിൽ തകരാറുണ്ടായിട്ടല്ല. അല്ലല്ലേ, പ്രസംഗം പറ്റില്ല. ഇത് ശരിയാവില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവർ സംസാരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ശരിയാവില്ല. ഞാൻ അപ്പുറത്ത് കൊടുക്കും. അവിടെ ഓ നടത്ത്. ഹലോ, ഉറക്കെ. ഇവിടെ ഈ പോലീസ് കസ്റ്റഡിന്റെ ഇതല്ലേ പറയാൻ? ഹലോ, താനൂർ കസ്റ്റഡി മരണത്തെ കുറിച്ചല്ലേ ഇവിടെ ആണല്ലോ അല്ലേ? പിന്നെ പണ്ട് നടന്ന മരണങ്ങളും കൊലപാതകവും എല്ലാം പറയേണ്ട ആവശ്യം എന്താ? ഇപ്പൊ ഈ SP-ക്കെതിരെയുള്ള ആരോപണം അല്ലേ? ഈ SP-ക്കെതിരെ ആരോപണം പറയുമ്പോ മറ്റുള്ളവരെ ചാടിക്കളിക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ താനൂക്കാരല്ലേ? എല്ലാരും താനൂക്കാരാണോ? ഒരു പാവപ്പെട്ട ചെക്കനാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ട് അടിച്ചു കൊന്നത്? സ്നേഹിതന്മാരാ ചാടിക്കളിക്കുന്നത് അല്ലേ? എന്തിനു വേണ്ടിട്ട് ചാടിക്കളിക്കുന്നത്? ചെറുപ്പക്കാരെ ആരും ഞാൻ വീണ്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് SP-യോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. ആളുകളെ പിടിക്കണം, അതിനാരും ഇവിടെ ന്യായീകരിക്കണില്ല. ഒരു കാര്യമില്ല. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയം എന്താ? താനൊരു ഇതല്ലേ? പിന്നെ നിങ്ങൾ മറ്റുള്ള വിഷയം എടുത്തിട്ടല്ലേ? അതിന്റെ വിഷയം എന്താണ്? അത് നിങ്ങൾ സംസാരിക്കും. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് രാഷ്ട്രീയ പകപോക്കൽ ഇവിടെ വേണ്ട. രാഷ്ട്രീയ പകപോക്കൽ വേണ്ട. തരാം, ഒരു മിനിറ്റ്. അനുഭവമുള്ള പറയാം. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫാണ്. എനിക്ക് ഡാൻസ് ആപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ ഇവിടെ താനൂർ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു വർഷത്തോളം ബഹളം വെക്കരുത് പ്ലീസ്. കേൾക്കൂ, അദ്ദേഹം പറയണമെന്ന് കേൾക്കൂ. അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. താനൂർ സ്റ്റേഷനിൽ ഒരു വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, സിവിൽ പോലീസ് ഓഫീസർ സത്യനാഥൻ മനാട്ട്. അദ്ദേഹം ഒരു വർഷം മുമ്പ് കുണ്ടോട്ടി ഡാൻസ് ആപ്പിലായിരുന്നു. ആ കുണ്ടോട്ടി ഡാൻസ് ആപ്പിൽ 119/2021 എന്ന ക്രൈം റിദാം ഫാസിൽ എന്ന എടവണ്ണ സ്വദേശി, ചെമ്പക്കുത്ത് സ്വദേശി ഇപ്പം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവനെ ഡാൻസ് ആപ്പാണ് എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത്. ഒരു പോലീസ് ഓഫീസർ പോലും ആ അറസ്റ്റിൽ ഉണ്ടായിട്ടില്ല. ഇനി ഡാൻസ് ആപ്പ് മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഡാൻസ് ആപ്പിൽ എന്തേന്ന് ഈ അറസ്റ്റ് അന്ന് എന്ത് ചെയ്ത് 14 ഗ്രാം MDMA 14 ഗ്രാം MDMA 4000 രൂപ എന്നോട് കടം മേടിച്ചിട്ടാണ് അന്ന് അവരെന്ത് ചെയ്ത് ആ MDMA മേടിച്ചത്. ഈ സത്യം പിന്നെ റിദാം ഫാസിലിൻ്റെ ഫാമിലിക്കോ നാട്ടുകാർക്കോ ഈ റിദാം ഫാസിലിനൊന്നും അറിയില്ല. അവനവൻ്റെ പിന്നെ മറ്റേ വേറെ ന്യൂസ് എന്നൊക്കെ അതേമാതിരി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണ്, എന്നെ ഇതിൽ കുടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ കുടുക്കി എന്നുള്ളത് റിദാം ഫാസിലിനും അറിയില്ല. പക്ഷെ പോലീസ് അരമണിക്കൂർ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 14 ഗ്രാം MDMA വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഈ SP സുജിത് ദാസ് പിന്നെ 2021 വരുന്നുള്ളൂ. അപ്പോൾ മൂപ്പരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാൻസ് ആപ്പ് ചെയ്ത പണിയാണിത്. കാരണം ഇതിൽ SP-ക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, എൻ്റെ അഭിപ്രായത്തിൽ പങ്കുണ്ടാവില്ല. കാരണം വെച്ചാൽ അന്നേരം മൂപ്പര് വരുന്നുള്ളൂ. SP-നെ പരാതി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. ഡാൻസ് ആപ്പ് അന്ന് ഒരു കേസ് സ്വഭാവം അങ്ങനെ ഡാൻസ്. ശരി, പറഞ്ഞോളൂ. ഇതിൽ പിന്നെ ഈ സംഭവത്തിൽ
ഈ സംഭവത്തിൽ കൃഷ്ണലാൽ എന്ന് പറയുന്ന SI കേസ് രജിസ്റ്റർ ചെയ്ത FIRൻ്റെ കോപ്പിയാണിത്. ഇതിൽ 5 പ്രതികളുണ്ട്. കൊല ചെയ്യപ്പെട്ട താമിർ ജിഫ്രി അടക്കമുള്ള 5 പ്രതികൾ. ഈ 5 പ്രതികളെയും ഈ FIRൽ പറയുന്നത് താനൂർ ദേവദാർ മേൽപ്പാലത്തിൻ്റെ താഴെ ഭാഗത്തു നിന്നും ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോരുത്തരുടെ കൈകളിൽ നിന്നും കിട്ടിയ MDMAയുടെ തൂക്കവും എല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ 2 പ്രധാനപ്പെട്ട സാക്ഷികളുണ്ട്. കൃഷ്ണലാൽ എന്ന് പറയുന്ന SI ചാനലുകളിലൂടെ വെളിപ്പെടുത്തിയത് ഈ FIRൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തെറ്റാണ് എന്ന് പറയുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന 2 സാക്ഷികൾ, ആ 2 സാക്ഷികൾ DYFIയുടെ പ്രവർത്തകന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ 2 DYFIയുടെ അഷ്റഫ് പറയട്ടെ. അല്ല, അഷ്റഫ് പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള അവസരം ഉണ്ടല്ലോ. നിങ്ങളൊന്ന് അടങ്ങ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരു കാര്യം മനസ്സിലാക്കാം. ശബ്ദം ഉണ്ടാക്കല്ലേ. അല്ല, അത് പറയാം, നമുക്ക് പറയാം. നിങ്ങൾ മിണ്ടാതെ നിൽക്ക്. അഷ്റഫ് പറഞ്ഞു കഴിയട്ടെ. ഇത് ഈ DYFI 2 പ്രവർത്തകന്മാരാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും താനൂരിലോ ആരും പറഞ്ഞതല്ല. FIR രജിസ്റ്റർ ചെയ്ത SI തന്നെ പറഞ്ഞതാണ്. ശബ്ദിക്കല്ല. നിക്കട്ടെ. താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുക്കണം മൈക്ക്. വേഗം പറയും. താങ്കൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം മൈക്ക് അങ്ങോട്ട് കൊടുക്കാണ്ട് വേഗം പറയും. കൊടുക്കാം. മൈക്ക് തരും. ഒരു മിനിറ്റ്. നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അദ്ദേഹം പൂർത്തിയാക്കിയിട്ട് തരാം. മൈക്ക് തരാം. നിങ്ങൾക്ക് പറയാം. ഒരു മിനിറ്റ് എന്ന് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. സമാധാനമായിട്ട് കേൾക്ക് പ്ലീസ്. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. മൈക്ക് തന്നല്ലോ, പിന്നെന്താ? പറയൂ, വേഗം പൂർത്തിയാക്കും. അവര് പറയട്ടെ. അഷ്റഫ് പറഞ്ഞു പൂർത്തിയായിരിക്കും. ഇതിലെ ഞാൻ പറഞ്ഞതല്ല, SI കേസ് രജിസ്റ്റർ ചെയ്ത SI തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ അവിടെ സംഘർഷത്തിൽ ഏർപ്പെടേണ്ടതാണ്. നിങ്ങൾ ഇവിടെ പറയണത് കേൾക്കുന്നുണ്ട്. പറഞ്ഞാ കേൾക്കാത്ത പ്രവർത്തകരാണല്ലോ. ഒരക്ഷരമിടല്ലേട്ടാ. ഇതിലെ ഈ പ്രധാനപ്പെട്ട ഈ കേസ് പിടിക്കപ്പെടുന്നു പറയുന്ന 2 ആളുകളുടെ പ്രധാനപ്പെട്ട 2 ആളുകളുടെ സാക്ഷികളുടെ പേര് പറയുന്നുണ്ട്. ആ പേര് ഞാൻ വായിക്കാം. മുഹമ്മദ് സനദ്, വയസ്സ് 23. മുഹമ്മദ് സനദ്, വയസ്സ് 23, സൺ ഓഫ് അബ്ദുൽ സമദ്, കോടനിൽ ഹൗസ്, ഇട്ടിലാക്കൽ, പൊന്മുണ്ടം. നിർത്ത്. പൊന്മുണ്ടം. ഞാൻ ഈ സംസാരിക്കുന്നത് താനൂരിലെ ജനങ്ങളുടെ മുമ്പാകെയാണ്. അവരുടെ ഫോൺ നമ്പർ ഈ FIRലുണ്ട്. അതൊന്നും പറയണ്ട, ഒന്നും ആവശ്യമില്ല. നമുക്ക് ആൾക്കാരെ പ്രതികളുടെ പേര് പറഞ്ഞാൽ മതി, സാക്ഷിയുടെ പേര് പറഞ്ഞാൽ മതി. അവരുടെ അച്ഛന്റെയും കുടുംബ പശ്ചാത്തലമൊന്നും വേണ്ട. സാക്ഷികളാണ്. 99 47 36 55 63. നിശബ്ദമായിട്ട് ഇരിക്കുക എല്ലാവരും. രണ്ടാമത്തെ സാക്ഷി ശബ്ദം രണ്ടാമത്തെ സാക്ഷി. ശരി, സാക്ഷി ഹാജരുണ്ട്. അല്ലല്ല, ക്യാമറ നിൽക്കല്ലേ. ഇതിലെ ഞങ്ങൾ പറയുന്നതല്ല. ശരി, രണ്ടാമത്തെ ആള് FIRൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ഇട്ട FIRലെ കോപ്പിയിലെ 2 പേരുകളാണ് ഞാൻ വായിക്കുന്നത്. സമ്മതിച്ചു. വയസ്സ് 27. ചോദ്യം എന്താണ്? FIR രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു താമിർ ജിഫ്രിയെ ചേളാരിൽ നിന്നാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതേ പോലീസിന്റെ FIRൽ പ്രധാനപ്പെട്ട ഞങ്ങൾ ദേവദാർ മേൽപ്പാലത്തിന്റെ താഴ്ഭാഗത്ത് നിന്നും അറസ്റ്റ് ചെയ്യുന്നത് ഈ 2 ആളുകൾ സാക്ഷികളാണ്. അവരുടെ ഫോൺ നമ്പറുകളും FIRൽ ചോദ്യം ഇതാണ്. ഈ 2 സാക്ഷികൾ ഈ FIRൽ വന്നിട്ടുള്ളത്
ഇവരുടെ അറിവോ സമ്മതമോ പ്രകാരമാണോ? ശരി, പറയട്ടെ. അതല്ല ഇവർ ഈ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായും ശരിയാണോ? ശരി. ശരിയല്ല എങ്കിൽ ഇവർ നാളെ തന്നെ ഇവരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് കള്ളസാക്ഷിയായി പേര് ഉൾപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഈ എഫ്ഐആർ തള്ളിക്കളയണമെന്ന് പറയാൻ CPM ഈ രണ്ട് സാക്ഷികളോ തയ്യാറുണ്ടോ? ശരി, ചോദ്യം ക്ലിയർ ആണ്. കുറച്ച് ചെറുതാക്കമായിരുന്നു. സാക്ഷിയുടെ പേര് സാക്ഷി വിശാഖ് പറയുന്നു. വിശാഖ് രണ്ടാം സാക്ഷി 27 വയസ്സ്, സൺ ഓഫ് വിശ്വനാഥൻ. ശരി, ഇങ്ങോട്ട് മാറിക്കൂ. ക്യാമറ മറയണ്ട, മുഖം കണ്ടേ. അതായത് ഈ കൃഷ്ണലാൽ SI കൃഷ്ണലാൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അയാള് ഈ പറഞ്ഞ പോലെ താഴത്ത് ഡാൻസ് ഓഫുകാർ കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ളതും ആ സമയത്ത് മുഹമ്മദ് സനദും വിശാഖും അവിടെ വന്നു എന്നുള്ളതും ആ സമയത്ത് അവരെന്താ സാറെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ MDMA കേസാണ് എന്നുള്ളതും ആ സമയത്ത് സാക്ഷി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും DYFIയുടെ ഭാരവാഹികൾ എന്ന നിലയിലും ഒരു MDMA കേസ് എന്ന നിലയിലും സാക്ഷി നിൽക്കാൻ പറ്റില്ല എന്ന് മാറി നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. MDMA കേസാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാക്ഷി നിന്നു. അതായത് നിങ്ങൾക്ക് അവിടെ നിന്നുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. പറയാം, മുഴുവൻ പറയട്ടെ. എന്റെ സംശയമാണ്. ചോദിക്കട്ടെ. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. വിശാഖ് പറയട്ടെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ താനൂരിൽ നിന്നാണ് കാണുന്നത് അല്ലേ? നിങ്ങൾ താനൂരിൽ നിന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ചേളാരി കഥ അറിയില്ല. നിങ്ങൾ എവിടുന്ന് കാണുന്നു, അവിടുന്ന് കാണുന്ന കാര്യത്തിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ? അവിടുന്ന് കണ്ട കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. സ്മൃതി, ഇതിലെ വിഷയം ഉണ്ടായതെന്താ? ഈ പറഞ്ഞ 31-ാം തീയതി അല്ലേ, 31-ാം തീയതി സംഭവം നടക്കുന്ന സമയത്ത് കൃഷ്ണലാൽ MDMA കേസാണ് എന്ന് പറയുകയും സാക്ഷി നിൽക്കാൻ കഴിയുമോ എന്നുകയും ചോദിച്ചപ്പോ സാക്ഷി നിൽക്കാം, അവർ ഞങ്ങളെ മുന്നിൽ MDMA അളന്ന് ഈ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇതിന് മുന്നേ ഉണ്ടായ വിഷയമോ അതിന് ശേഷം ഉണ്ടായ വിഷയമോ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. അടുത്ത ചോദ്യം ക്ലിയർ ആണ്. പറഞ്ഞത് ക്ലിയർ ആണ്. ഒറ്റ കാര്യം അദ്ദേഹം ചോദിച്ച $1 million ചോദ്യമാണ് അടുത്തത്. അതായത് അതിനുശേഷം ചേളാരിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അടക്കം റിപ്പോർട്ട് പുറത്തുവിട്ടല്ലോ. നിങ്ങൾക്ക് സത്യം ബോധ്യമായല്ലോ. അപ്പോൾ നിങ്ങളെ കുടുക്കിയതാണെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണമല്ലോ. നിങ്ങളെ സാക്ഷികളാക്കി നിങ്ങളെ ഉപയോഗിക്കരുത്, നിങ്ങളെ ദുരുപയോഗം ചെയ്യായിരുന്നു. ഞങ്ങൾ സാക്ഷികളായത് ഈ കേസിനൊന്നല്ല. ഞങ്ങൾ സാക്ഷി മജിസ്ട്രേറ്റിന്റെ മുന്നിലും ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ എന്താണോ കണ്ടത് എന്നത് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ പോലീസിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് അനുകൂലമായിട്ടല്ല പറഞ്ഞത്. അത് മാത്രമല്ല, മുഴുവൻ പറയട്ടെ. ഇതിൽ താമരയുടെ കുടുംബത്തിനോടാണ് ഞങ്ങൾ പറയുന്നത്. പറയണത് കേൾക്കണോ? അതായത് ഒറ്റ കാര്യം ഞങ്ങൾ പറയാനുള്ളത് പറയട്ടെ. അതായത് ഈ ഒരു വിഷയത്തില് ഞങ്ങൾക്ക് താമിർ ജിഫ്രിയുടെ കുടുംബത്തിനോടാണ് പറയാനുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് കള്ളസാക്ഷി പറഞ്ഞു എന്ന രീതിയിലേക്ക് ഈ മണ്ഡലത്തിനകത്തുള്ള 40ഓളം പ്രൊഫൈലുകളാണ് കള്ളസാക്ഷി പറഞ്ഞു ഞങ്ങളുടെ ഫോട്ടോ സഹിതം പ്രചരിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവരുടെ കുടുംബം എന്താ വിചാരിക്കുക? ഈ നാട്ടിനകത്ത് ആളുകൾ എന്താ പറയാ? ഞങ്ങൾ പൂർവാധികം എല്ലാ രീതിയിലും പറയുന്നു, താമിർ ജിഫ്രിയെ ആക്രമിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ, കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ഇവരുടെ കുടുംബം ഒരു നിലയിലും എന്ത് ചെയ്യരുത്, ഇവരുടെ കുടുംബം ഒരു നിലയിലും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. വിശാഖ് മാത്രമല്ല ചോദ്യം കവിച്ചേലും ഒന്നുമില്ല, വിസ്താരമൊന്നുമില്ല. അതെ, താമരന്റെ കുടുംബത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ അവരെന്തിന്റെ സാക്ഷിയായെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ സത്യം വെളിവായി കഴിഞ്ഞു. നാട്ടുകാരനെ കൊന്നതാ സുഹൃത്തുക്കളെ, ഒരു നാട്ടുകാരനെ കൊന്നിട്ട് ആർക്കാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനോട് കൂറില്ലേ, നാട്ടുകാരോട് കൂറില്ലേ, കൊലയാളികൾക്ക് വേണ്ടി വാദിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സഹകരിക്കണം പ്ലീസ്. രണ്ടുപേരും സഹകരിക്കണം. അടുത്ത സാക്ഷി ഹാരിസ് ജിഫ്രിയോട് സംസാരിക്കുന്നു. ഒരു മിനിറ്റ്. ഇല്ല, താങ്കൾ ഹാരിസിനോട് താമരയുടെ കുടുംബത്തോട് പറയാനുള്ള കാര്യം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏത് രൂപത്തിൽ ഇടപെട്ടു, എങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടത്, വിശദീകരിച്ചോളൂ. ഈ വിഷയം ബന്ധപ്പെട്ട് നേരത്തെ വിശാഖ് പറഞ്ഞ പോലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ പോലീസ് വണ്ടി നിൽക്കുന്നുണ്ട്. ഞാനാണ് ആദ്യം പോകുന്ന സമയത്ത് ഇപ്പോൾ SI വിളിച്ചു പറഞ്ഞു ഇവിടെ MDMA പിടിക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് അവരെ ദേഹപരിശോധന അടക്കം നടത്തുന്നത്. ഈ ദേഹപരിശോധന നടത്തി ഇവരുടെ കയ്യിൽ നിന്ന് MDMA പിടിച്ചെടുത്തു. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഈ കാര്യങ്ങളെ ഞങ്ങൾക്കും അറിയുള്ളൂ.
ഇതിന്റെ മുന്നേ ചേളാരിയിൽ നിന്നാണോ വേറെ എവിടെ നിന്നാണോ പിടിച്ചിക്കണെന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആ പാലത്തിന് അവിടെ എന്താണ് കണ്ടത്? ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ അവിടെയാണ്. അവിടെ പിന്നെ പോലീസ് ജീപ്പുകൾ നിൽക്കുകയായിരുന്നു. പോലീസ് ജീപ്പുകൾ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ആ പോലീസ് ജീപ്പിലെ SI പരിചയമുള്ള ആളാണ്. SI പറഞ്ഞു NDMA പിടിച്ചിട്ടുണ്ട്, അതൊന്ന് സാക്ഷി നിൽക്കണം എന്ന് പറഞ്ഞു. സാക്ഷി നിന്നു. പോലീസിനെ വിശ്വസിച്ചു പോയി, അതാണ് നിങ്ങൾക്ക് പറ്റിയത്. വിശ്വസിച്ചു പോയെന്നല്ല, ഇങ്ങനെ MDMA കേസാണ് എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല MDMA കേസാണ്. കേൾക്കാൻ നിങ്ങൾ സമ്മതിക്കൂ? ഒരു മിനിറ്റ് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറയണ്ടേ? നിങ്ങൾ അദ്ദേഹം പറയട്ടെ. നിങ്ങൾ സാക്ഷികളെ മിണ്ടാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കേസാണ് എന്ന് പറഞ്ഞപ്പോൾ MDMA കേസാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വ്യാഖ്യാനങ്ങൾ പറയരുത്. ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞ പോലല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് MDMA കേസാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിലിപ്പോ നമ്മൾ DYFI പ്രവർത്തകരാണ്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പുകളാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കേസാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സാക്ഷി നിൽക്കുക എന്നുള്ളത് ഒരു DYFIയുടെ പ്രവർത്തകൻ എന്നുള്ളത് നമ്മളെ പ്രതിബദ്ധതയാണ്. ശരി, നിങ്ങൾ അപ്പോൾ ആ പോലീസ് ജീപ്പിൽ എന്താണ് കണ്ടത്? പോലീസ് ജീപ്പില് ഇവരിങ്ങനെ 5 പേര് വണ്ടിയിൽ നിൽക്കുന്നു. അല്ല, നിങ്ങൾ അതിന് മറുപടി പറയണ്ട. അതിന്റെ ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. നിർദ്ദേശം കിട്ടി. നിങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയത്? കൃഷ്ണലാലുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ലീഗിന്റെ എല്ലാ ആളുകളും പറഞ്ഞു കൃഷ്ണലാൽ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞു. കൃഷ്ണലാൽ പറഞ്ഞ ഏതെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ DYFIക്കാരായിട്ടുള്ള ഞങ്ങൾ സാക്ഷി നിന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് അതിൽ പറയുന്നുണ്ടോ? അതിന്റെ ഭാഗമായിട്ട് അല്ല, അതിന്റെ ഭാഗമായി ഒരാഴ്ചയായിട്ട് ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടില്ല. മൈക്കിലൊന്നും ചെയ്യണ്ട, മൈക്ക് ഓണാണ്, പറഞ്ഞോളൂ. ഇവർ പറയുന്നതും ഇവർ യഥാർത്ഥത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ FIR പഠിക്കണം. ഇന്നലെ അഷ്റഫ് എന്നെ വെല്ലുവിളിച്ചു. അല്ല, ഞാൻ പറയട്ടെ. അഷ്റഫിനോട് പറയട്ടെ. ഇവർക്ക് വേണ്ടി ഞങ്ങൾക്ക് സംസാരിക്കാം. ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ആത്മാർത്ഥത കൊണ്ടിട്ട് നിന്നതായിരിക്കാം. പക്ഷെ ഇവർ ഇവിടെ പറഞ്ഞതല്ല FIR മുഴുവൻ വായിച്ചോ. ഇവർ വായിച്ചോ. ഇവർ വായിച്ചോ. എന്താ വായിച്ചത്? പേര് വായിക്കേ. എത്ര മണിക്കാണ് നിങ്ങൾ അവരെ കണ്ടത്? ചോദ്യോത്തരമില്ല. ചോദ്യോത്തരം പേര് വായിച്ചോ. പേര് വായിച്ചോ. നിങ്ങൾ FIR എന്താ പറഞ്ഞ വായിച്ചോ? നിങ്ങൾ അവരെ ചോദ്യം ചെയ്യരുത്. സാക്ഷികൾ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. ബാക്കി ജനം നിശ്ചയിക്കും. നിങ്ങൾ അതിനെ ഏൽപ്പിച്ചിട്ടില്ല. ചാനലിനെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. കൊലപ്പെടുത്തിയതിന് അനുകൂലമാണ് രേഖ. ഒരു മിനിറ്റ്, അടുത്ത ചോദ്യം. മൈക്കിൽ പറയുന്നതല്ല രേഖ. ശരി, ഒരു മിനിറ്റ്. പറയട്ടെ, പറഞ്ഞോളൂ. ആരോടാണ്? അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ഒരു അഭിമുഖം കേരളം ഞെട്ടലോടെയാണത് ശ്രമിച്ചിട്ടുള്ളത്. ആ ഇതിപ്പോ ഇത് ശരിക്കും താനൂര് നടന്ന ഹലോ, MDMA ഒന്ന് പറയൂ. കൃഷ്ണലാല് അല്ല, എവിടെ മൈക്ക്? ഹലോ, ഇവിടെ പറയൂ. MDMA ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ഇവർ ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട് കൃഷ്ണലാൽ. അപ്പൊ MDMA ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്.
അത് അങ്ങനെ ആകുമ്പോ ഇവർ MDMA പിടിച്ച് അങ്ങനെ സാക്ഷ്യപ്പെട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം MDMA എന്ന് ഇവർ തിരിച്ചറിയില്ലല്ലോ. അതെങ്ങനെ ആദ്യം കണ്ടുപിടിച്ചേ? അതൊക്കെ നിങ്ങള് കോടതി പറഞ്ഞോ? അവിടെ ചോദിച്ചാ പോരെ? ഇവിടെ വേണ്ടല്ലോ പറഞ്ഞു. നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം അല്ല, കരിമിനെ വിശദാംശങ്ങൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ ഒപ്പിടാം നമുക്ക്. ഞങ്ങളെ ചെയ്തിട്ടുണ്ട്. അല്ല അതവര് ചെയ്ത കാര്യം അവർ പറഞ്ഞു. കരിമ അവര് ചെയ്ത കാര്യം അവര് ഈ ജനാവലിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കോടതിയിൽ പറഞ്ഞോളൂ. അത് കരിമിനോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. കരിമിനോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. കള്ളസാക്ഷി കോടതി പോയിക്കോളൂ. നിങ്ങൾ വിട്ടാളാ. ആ രേഖയിലെ കാര്യമുണ്ട്. ജെഫ്രിയെ കൊന്ന് കൊലവിളിച്ചതിന് അനുകൂലമായിട്ടാണ് അവരുടെ മൊഴിയുള്ളത്. രേഖയാണത്. ഇവിടെ പ്രതിയും സാക്ഷിയൊക്കെ ആരാന്ന് മനസ്സിലായി. ജഡ്ജിമെന്റും വിസ്താരമൊന്നും ഇവിടെ ഇല്ല. താനൂർ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് താനൂർ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആ കുറ്റകൃത്യത്തിന് ഒരു മിനിറ്റ് ഹാരിസിന് പറയാനുള്ളത് കേൾക്കണം പ്ലീസ്. ദയവ് ചെയ്തിട്ട് ഹാരിസിന് പറയാനുള്ളത് കേൾക്കണം. എല്ലാവരും ഒന്ന് ശാന്താവാ. ഹാരിസിന് രാഷ്ട്രീയ താല്പര്യം എന്തായാലും നിങ്ങൾ ആരും പറയില്ലല്ലോ. പറയൂ. രാഷ്ട്രീയ പകപോക്കലൊന്നുമില്ല ഇവിടെ വിഷയം സംസാരിക്കുന്നത്. അല്ലല്ല, അപ്പൊ എല്ലാരും ഒരേപോലെ നിൽക്കുക. അത് ഏത് പാർട്ടി എന്നല്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള സാക്ഷിയോടാണ്. ഇപ്പൊ ഈ കൃഷ്ണലാൽ ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഇതാണ് സംഭവിച്ചതെന്നുള്ളത്. അതിനോട് നിങ്ങൾക്ക് എന്താ പ്രതികരിക്കാനുള്ളത്? സത്യമാണോ? എന്ത് രീതിയിലാണ് പ്രതികരിക്കാനുള്ളത്? അല്ല അതില് അവര് പ്രതികരിക്കാൻ സാക്ഷി അവര് ഇത്ര നേരം ഇവിടെ പറഞ്ഞില്ലേ, പിന്നെ ഇത് പറയാൻ മാത്രം അവർക്ക് ബുദ്ധിമുട്ട്. അല്ല ഇതുവരെ അവര് പറഞ്ഞു, ഇതുവരെ അവരിരുന്നിട്ടാ പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചൊരു കാര്യത്തിന് എന്താ പറയാൻ കുഴപ്പമുള്ളത്? അത് പറയാൻ പറ്റുമെങ്കിൽ ഇത്ര നേരം സംസാരിക്കണ്ടായിരുന്നു. ഇത് പറയാൻ പറ്റില്ലെങ്കിൽ താനൂർ ഒരു യുവാവ് കൊല്ലപ്പെട്ടിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ടൊരു യുദ്ധം ചെയ്യാനാണ് രണ്ട് വിഭാഗം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാവുന്നത്. കൃത്യമായിട്ട് ഏതാണോ കുറ്റവാളികൾ അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ ഒന്നിച്ച് നടത്തേണ്ടതെന്നാണ് എനിക്ക് പറയാം. അതുമാത്രമല്ല, കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഷിഹാബ് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാങ്ങ മോഷ്ടിച്ചപ്പോൾ അയാളെ സർവീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതേസമയം ഒരാളെ തല്ലിക്കൊന്നിട്ട് ആ തല്ലിക്കൊന്ന ആളുകളെ ഒരു ആഭ്യന്തര വകുപ്പ് നടത്തുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ് അവർക്ക് നൽകേണ്ടത്. ഒറ്റ ചോദിക്കുക. ഡിവൈഎഫ്ഐക്കാർ വളരെ അഭിമാനപൂർവ്വം ഇവിടെ നിന്ന് പറഞ്ഞ് ഞങ്ങളെ സാക്ഷികളാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ചേളാരിയിൽ നിന്നാണ് പിടിച്ചതെന്ന് അറിഞ്ഞിട്ടും ഇവരെ അറിയാത്ത കാര്യം ഒരു മിനിറ്റ് പിന്നീട് അറിഞ്ഞില്ലേ? പിന്നീട് അറിഞ്ഞപ്പോൾ ഇവരെ അതിൽ വെറുതെ ചേർത്തതാണെന്ന് അറിഞ്ഞാൽ എന്തുകൊണ്ട് പോലീസിനെതിരെ മാർച്ച് നടത്തില്ല? ചോദ്യമാണ്. അതൊരു ചോദ്യമാണ്. അതായത് ഈ കേസ് ഇവിടെ വെച്ച് ഒരു മിനിറ്റ് താനാളൂർ പഞ്ചായത്തിലെ മൂലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ. ഇതുമായി ബന്ധപ്പെട്ടല്ല ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അവര് കണ്ട കാര്യം എന്താണോ സാക്ഷികൾ കണ്ടത് അത് അവർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. കഴിഞ്ഞ് പുറത്തു വന്ന ദൃശ്യങ്ങൾ തെളിവുകളുണ്ടല്ലോ. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിയായിരുന്നു സംശയം തോന്നിയത് ഞാൻ നേരത്തെ ചോദിച്ചാണ്. ഇവരെ കൊണ്ടുപോയപ്പോ എല്ലാരും കൂടെ പറഞ്ഞ ആര് പറഞ്ഞു കേൾക്കില്ല. ഒരു മിനിറ്റ് ഹാരിസ് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ക്ലിയർ ആണ്. ഹാരിസ് പറയട്ടെ. ഹാരിസ് പറയുന്നത് ഒന്ന് കേൾക്കോ? എനിക്ക് ആരോടും സാക്ഷികളോടൊന്നും ഒരു പരാതിയില്ല. എന്റെ അനിയനെ പോലീസ് കൊന്നുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാരും അനുകൂലിക്കുന്നുണ്ടോ? അത് ഏത് പാർട്ടി എന്നല്ല അനുകൂലിക്കുന്നുണ്ടോ? അതെ, അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാരും അതന്നെ പറയണേ. ഗവൺമെന്റ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഗവൺമെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. ഗവൺമെന്റ് ചെയ്യണില്ല എന്ന് പറയില്ല. പക്ഷേ ഈ കേസിന്റെ ഒരു ഗതികൾ താനൂർ പോലീസ് സ്റ്റേഷനിൽ ആകെ
4 പേരെ സസ്പെൻഡ് ചെയ്യാന്നല്ലാതെ വേറെ ഒരു കാര്യം 7 പേരെ ഇതുമായി 7 പേരെ ബന്ധപ്പെട്ട ഡാൻസ് ഓഫ് അല്ലേ? suspect അല്ല, ഡാൻസ് ഓഫ് പെട്ട ഈ ഡാൻസ് ഓഫ് എങ്ങനെ വന്നു ഇതില്? ഞാൻ പറയട്ടെ, ഡാൻസ് ഓഫ് എങ്ങനെ വന്നു ഇതില്? എതിർത്തല്ല ഞങ്ങൾ പറയുന്നത്. ഈ കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകണം എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇതിൽ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതിന്റെ 2ാം ഘട്ട എൻക്വയറിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പ്രതികളാണോ നടപടി ഉണ്ടാവും. ഇവിടെ വന്നിട്ടുള്ള എസ്ഐന്റെ മൊഴികളുണ്ട്, വാട്സ്ആപ്പ് മെസ്സേജുകളുണ്ട്, സന്ദേശങ്ങളുണ്ട്. ഇതൊക്കെ വരും. ഇവിടെ ഹാരിസ് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെക്കാം. താമിർ ജിഫ്രിയെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊലയാളികൾക്കെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ താനൂർ ഒറ്റക്കെട്ടല്ലേ? ആണ്.